ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഇതാ സമയം ഒരു 6:10 നമ്മുടെ അടിക്കലും തുടക്കലും അങ്ങനത്തെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇന്ന് കുറച്ച് നേരത്തെ എണീറ്റു, ഒരു 5 മണിക്കൊക്കെ എണീറ്റു. അപ്പോൾ അടിക്കലും തുടക്കലൊക്കെ വേഗം കഴിഞ്ഞു. അച്ഛന് ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പോകണമായിരുന്നു വെറും വയറ്റിൽ. അപ്പം അച്ഛന് നേരത്തെ പോകാൻ വേണ്ടിയിട്ട് നേരത്തെ എണീറ്റു. അപ്പോൾ അച്ഛൻ പോയിട്ട് അച്ഛൻ ഒരു 6 മണിക്ക് പോയി. അപ്പോൾ അതാ അച്ഛൻ പോയതിന് ശേഷം ഞാൻ ഒന്ന് വിസ്തരിച്ച് കാണിക്കുകയാണ് നമ്മുടെ വീട് കേട്ടോ. അങ്ങനെ രാവിലെ അമ്മയും ഉണ്ണി നല്ല ഉറക്കാട്ടോ. ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ ഉണ്ണിയുടെ അടുത്ത് അമ്മയാണ് കിടക്കുക. അച്ഛൻ വിളക്കൊക്കെ വെച്ചിട്ടാണ് പോയത്. അപ്പോൾ അവർ രണ്ടാളും മുകളിൽ സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട്. രാവിലെ ആകുമ്പോൾ കുറച്ച് തണുപ്പൊക്കെ ഉണ്ടാവും. ഉണ്ണിക്ക് കമ്പിളിപ്പതപ്പൊക്കെ പുതച്ച് സുഖമായിട്ട് ഞാൻ കിടത്തി ഉറക്കിയിട്ടാട്ടോ എഴുന്നേറ്റ് വന്നത്. പിന്നെ അതാ ചായ അച്ഛൻ ഇന്ന് കുടിച്ചില്ല, കാരണം വെറും വയറ്റിൽ പോകണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അച്ഛൻ പോയതിന് ശേഷമാണ് ഞാൻ അടുക്കളയിലേക്ക് കയറിയത്, അടുക്കള പണിയിലേക്ക് കയറിയത്. അരിക്ക് വെള്ളം വെച്ചു, ചായക്ക് വെള്ളവും വെച്ചു. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഗ്രീൻ പീസ് കറിയും നൂൽപുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഗ്രീൻ പീസ് കറിക്ക് ക്യാരറ്റും ബീൻസും അരിയാണ് കേട്ടോ. തലേനെ എന്താ നാളെ ഉണ്ടാക്കാമെന്ന് എല്ലാവരും ചിന്തിച്ചിങ്ങനെ വെക്കുക. അല്ലെങ്കിൽ നമുക്ക് രാവിലെ ഒരു തപ്പലായിരിക്കും എന്താ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ തലേനെ ഞാൻ എല്ലാം സെറ്റ് ചെയ്യും. ഇന്ന ഉപ്പേരി, ഇന്ന കറി, അല്ലെങ്കിൽ ഇന്ന ബ്രേക്ക്ഫാസ്റ്റ്, അങ്ങനെയൊക്കെ വെച്ച് നമുക്ക് വേഗം പണികൾ ചെയ്ത് തീർക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളത് ആലോചിച്ച് ഇങ്ങനെ സമയം പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഞാൻ ഗ്രീൻ പീസൊക്കെ വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. അതിന് ക്യാരറ്റും ബീൻസും അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. ഇവിടെ അച്ഛന് അങ്ങനെ വെക്കേണ്ടതാണ് കൂടുതൽ ഇഷ്ടം. ഗ്രീൻ പീസ് മാത്രമായിട്ട് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ പറയും, ഇതെന്താ കല്ല് വാരിയിട്ട് വെച്ചിരിക്കുകയാണോ ചോദിക്കും. അച്ഛന് ഇച്ചിരി പച്ചക്കറിയൊക്കെ അതിൻ്റെ ഇടയിൽ ഇടുകയാണെങ്കിൽ കാണാനും ഭംഗിയുണ്ടാവും, കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഈ ക്യാരറ്റൊക്കെ നമ്മൾ ഉപ്പേരി വെച്ച് കഴിക്കണമെങ്കിൽ നല്ല ടേസ്റ്റാണ് ഈ ഗ്രീൻ പീസിൻ്റെ ഒക്കെ ഒപ്പം ഇട്ട് കഴിക്കുമ്പോൾ കേട്ടോ. ക്യാരറ്റ് ഇങ്ങനെ ഉപ്പേരി വെച്ച് കഴിക്കുമ്പോൾ അത്ര വലിയ ടേസ്റ്റ് ഒന്നും ഇവിടെ ആർക്കും പൊതുവേ ആരും അങ്ങനെ കഴിക്കാറില്ല. പക്ഷെ ഇതിലിട്ട് കൊടുക്കുകയാണെങ്കിൽ കഴിച്ചോളൂ. അപ്പോൾ അത് ഞാനിങ്ങനെ അതിൻ്റെ പണികളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ, വലിയ വലിച്ചു വാരിയിട്ടൊന്നുമില്ല. രാവിലെ മുതൽ ഉച്ച വരെ ഒരു 6 മണിക്ക് തുടങ്ങി ഒരു 8-8:30 ആകുമ്പോഴത്തേക്കും എൻ്റെ എല്ലാ പണിയും കഴിഞ്ഞ് ഞാൻ അടുക്കള ഫ്രീ ആക്കി വിടും. പിന്നെ നമുക്ക് തിരുമ്പുക, കുളിക്കുക, ഈ പണികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ 11 മണിക്കാണ് നമ്മുടെ മീൻകാരൻ ചേട്ടൻ വരിക. ആ ചേട്ടൻ്റെ നിന്ന് മീൻ വാങ്ങുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് കുളി കഴിഞ്ഞിട്ട് പണി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഊണ് കഴിക്കുന്ന സമയത്ത് അടുക്കളയിലേക്ക് വന്നാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട്. ചായ റെഡി ആയി കഴിഞ്ഞാൽ ഗ്രീൻ പീസ് വേഗം അടുപ്പത്ത് വെക്കണം. അങ്ങനെ ഓരോന്ന് ഇറക്കുമ്പോഴേക്കും ഓരോന്ന് വേഗം ശരിയാക്കി വെച്ച് കയറ്റി കഴിഞ്ഞാൽ നമുക്ക് പണി ഇച്ചിരി എളുപ്പമുണ്ടാവും. എല്ലാവരും വീട്ടിൽ എങ്ങനെ ആവണമെന്നില്ല, ഓരോരുത്തർക്ക് ഓരോ രീതിയിലാണ് വേഗം പണികൾ തീർക്കുന്ന ഒരു ഇതല്ലേ. ചിലവർ ഇതൊക്കെ രാത്രി അരിഞ്ഞു വയ്ക്കും. ജോലിക്കൊക്കെ പോകണ ആൾക്കാർ, ചേച്ചിമാർ, അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ രാത്രി അരിഞ്ഞു വെച്ച് ചെയ്യും. പക്ഷെ നമുക്ക് രാവിലെ ചെയ്താൽ മതി, കാരണം നമ്മൾ ജോലിക്കെങ്കിലും പോകണില്ല, കുത്തിയിരിപ്പാണ് വീട്ടിൽ തന്നെ. എന്നിട്ട് തന്നെ നമുക്ക് 8-8:30 ആകുമ്പോഴത്തേക്കും നമ്മൾ പണികളെല്ലാം കഴിഞ്ഞ് വെറുതെ ഇരിക്കും കേട്ടോ. വെറുതെ ഇരിക്കാന്ന് പറഞ്ഞാൽ ഉണ്ണിയുടെ പിന്നാലെ നടക്കുക, അതൊരു വലിയ ജോലിയാണ് ഞങ്ങളെ സംബന്ധിച്ച്. കാരണം ഞങ്ങൾ ആരും ഇവള് വെറുതെ ഒരു സ്ഥലത്ത് ഇരുത്തില്ല. അങ്ങോട്ട് ഓടിപ്പിക്കും ഇങ്ങോട്ട് ഓടിപ്പിക്കും, അവളുടെ പിന്നാലെ നടക്കുക. കുറച്ച് വികൃതി കൂടുതലാട്ടോ. പിന്നെ ഇവിടെ അവൾ ആരെയും അങ്ങനെ കരയിപ്പിക്കാനും ശ്രമിക്കില്ല. കരഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വാശി പിടിക്കും. അപ്പോൾ അവളുടെ ഇഷ്ടത്തിന് കുറച്ച് നേരം ഇങ്ങനെ വിടും. അവൾ കളിക്കുവാണെങ്കിൽ അങ്ങനെ കളിക്കും. പിന്നെ കുറേ നേരം ഓടി കളിച്ചാൽ അവൾക്ക് പെട്ടെന്ന് വിശക്കും, അല്ലെങ്കിൽ അവൾ ഭക്ഷണം കഴിക്കാൻ നല്ല മടി കാണിക്കും. അപ്പോൾ അവളുടെ ഒപ്പം ഇങ്ങനെ കുറേ നേരം എല്ലാവരും ഓടിക്കളിക്കും, മാറി മാറി. പിന്നെ എല്ലാവരും എന്തെടുക്കണോ, സുഖമാണോ? എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഈ
എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ച് വരണുള്ളൂ കേട്ടോ. അതിൻ്റെ കുറേ മിസ്റ്റേക്ക് ഉണ്ട്, അതൊക്കെ നമുക്ക് വഴിയേ ശരിയാക്കാം. അപ്പോൾ ആ ഗ്രീൻ പീസ് കറിയൊക്കെ ആയിരുന്നു. ഗ്രീൻ പീസ് അടുപ്പത്തുനിന്ന് ഇറക്കിയപ്പോഴേക്കും ഞാൻ വേഗം കൂട്ടാത്തിനുള്ളതൊക്കെ അരിഞ്ഞു കേട്ടോ. നമുക്കൊന്ന് പച്ചക്കറി ആയിരുന്നു കൂട്ടാൻ, അപ്പോൾ അതും അരിഞ്ഞു വെച്ചു. നമുക്കത് കഴുകി വാരി വെച്ചാൽ മതിയല്ലോ. കുക്കറിലേക്ക് വേഗം അടിച്ചിട്ടാൽ ആ പണിയും കഴിയും. ഈ സമയത്ത് നമ്മുടെ പാല് കൊണ്ടുവരുന്ന മാമൻ വന്നിട്ട് മോളെ പാല് വെച്ചിട്ടുണ്ട് കേട്ടോളിന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ശരിയെന്ന് പറഞ്ഞ കേട്ടോ അങ്ങോട്ട് പോയത്. അങ്ങനെ 2-3 പ്രാവശ്യമൊക്കെ നമ്മൾ നന്നായിട്ട് പച്ചക്കറി വാഷ് ചെയ്യുന്നുണ്ട്. ഞാൻ ഗ്രീൻ പീസ് വേവിക്കാൻ വെച്ചാൽ അത് ഗ്രീൻ പീസ് ഞാൻ വേവിക്കാൻ വെച്ചപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ടാണ് വേവിച്ചത്. അപ്പോൾ ആ ഗ്രീൻ പീസ് റെഡി ആയപ്പോൾ വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ആ കുക്കറിൽ തന്നെയാണ് കേട്ടോ ഞാൻ വെച്ചത്. കാരണം പാത്രം കഴിക്കാൻ നമ്മൾ തന്നെയല്ലേ ഉള്ളൂ. ഞാൻ അങ്ങനെ ചെയ്തു. ഫ്രിഡ്ജിൽ എന്തോ തപ്പുന്നുണ്ട്, എന്താണാവോ തപ്പിയത്? തക്കാളി, നമ്മുടെ കൂട്ടാത്തിന് തക്കാളി. ഇപ്രാവശ്യം തക്കാളി കുഞ്ഞു കുഞ്ഞു തക്കാളിയാട്ടോ കിട്ടിയത്. അപ്പം ഞാൻ ആ പാത്രം അവിടെ വെച്ചു. തക്കാളി അരിഞ്ഞിടുകയാണ്. ഇതൊന്ന് കുക്കറിലേക്ക് സെറ്റാക്കിയിട്ട് വേണം നമുക്ക് പാലെടുക്കാൻ പോകാമെന്നുള്ള പ്ലാനിലാണ് ഞാൻ നിൽക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടി മാത്രമേ ഇടുന്നുള്ളൂ. കാരണം ഉണ്ണിക്ക് വേണ്ടി കറി ഞാൻ ഇച്ചിരി കൂട്ടാൻ മാറ്റി വെക്കും കേട്ടോ, എരിവില്ലാത്തതും. ഇത് ഞാൻ തേങ്ങ അരച്ച് വെക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. കുറച്ച് ജീരകം ഇട്ട് തേങ്ങ അരച്ച് വെച്ചാൽ അവൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ കൂട്ടാൻ, ചോറിനാനൊക്കെ. ഞാൻ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടിട്ട് വേവിക്കാൻ വെക്കുക ചെയ്യുക. എന്നിട്ട് അതിലേക്ക് അരപ്പ് ഒഴിച്ചതിന് ശേഷം പുളി പിഴിഞ്ഞൊഴിച്ച് കുറച്ച് കൂട്ടാൻ അവൾക്ക് മാറ്റി വെക്കും. അതിന് ശേഷം പിന്നെ വറുത്തിടുമ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് വറുത്തിടും. അപ്പോൾ എരിവാവും കേട്ടോ കൂട്ടാത്തിന്. അങ്ങനെ ഫോൺ പിന്നെയും താഴെ ചാടിയിരിക്കുന്നു. ഇങ്ങനെ അത് ഞാൻ ഉയർത്തിപ്പിടിച്ച് പാല് വാങ്ങാൻ പോയി. അപ്പോഴേക്കും നമ്മുടെ ഉപ്പേരി ഇവിടെ റെഡിയായിട്ടുണ്ട്. കൂട്ടാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് നൂൽപുട്ടിനുള്ള മാവ് ഞാൻ ഇതിനിടയിൽ കുഴച്ച് വെച്ചു കേട്ടോ. സാധാരണ നല്ല തിളച്ച വെള്ളത്തിൽ കുഴയ്ക്കണത്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. രാത്രി ആയാലും നൂൽപുട്ട് നല്ല സോഫ്റ്റായിട്ടുണ്ടാവും. ഇവിടെ അമ്മയ്ക്ക് നൂൽപുട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ആദ്യമൊന്നും ഇഷ്ടമല്ലായിരുന്നു, ഇപ്പം പിന്നെ കഴിച്ചങ്ങ് ഇഷ്ടപ്പെട്ടു. അപ്പം ഇതിനിടയിൽ അച്ഛൻ വരുന്നുണ്ട് കേട്ടോ, ചെക്ക് ചെയ്യാൻ പോയിട്ട്. അച്ഛനെ സ്ക്രീനിൽ കാണുന്നില്ല, അച്ഛൻ അവിടുന്ന് ഹാളിൽ നിന്ന് വരണ്ട. അപ്പോഴത്തേക്കും ഞാൻ ഫോൺ എടുത്തു വെച്ചു. എടുത്തു വെക്കാമെന്ന് പറഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല. അച്ഛൻ പറഞ്ഞു എനിക്ക് കുറച്ച് നേരം കഴിഞ്ഞാൽ പോകണം, വേഗം ഭക്ഷണമായി കഴിഞ്ഞാൽ പറയണം പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ വീഡിയോയിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ അതിലേക്കാവും ശ്രദ്ധ. അപ്പം ഞാൻ വേഗം ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ചിങ്ങനെ പരന്ന പിഞ്ഞാണത്തിലാട്ടത് പരത്തണ്ട. അപ്പം നമുക്ക് 2-3 എണ്ണം തിന്നുമ്പോഴേക്കും വയറ് നല്ല ഫില്ലാവും. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അച്ഛൻ കഴിച്ച് അച്ഛൻ പോവാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ചോറ് ഇവിടെ റെഡിയായി, കൂട്ടാൻ റെഡിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ രാവിലത്തെ പണികൾ എൻ്റെ.